കെടുതികൾ, വറുതികൾ, യുദ്ധം, വിശപ്പ് തുടങ്ങി പലതും സാമൂഹികതയിലും ചരിത്രത്തിലും പ്രതിഭാസങ്ങളായാണ് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നത്. പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ, വാക്കുകളല്ല നമ്മൾ പഠിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അത്രയ്ക്ക് സുഖകരമല്ല തന്നെ. അത് പലപ്പോഴും സന്തോഷകരമല്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത്തരം കെടുതികളും ക്ഷാമങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും ബഹുഭൂരിപക്ഷത്തെ പ്രതികൂലസ്ഥരാക്കുന്ന സാമൂഹികതയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എന്നതറിയുന്നതിന് ഇത്തരം പഠനങ്ങൾ അത്യന്താപേക്ഷിതവുമാണ്. ഈ അർത്ഥത്തിലാണ് ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ മോഡറേറ്റർ എല്ലാവർക്കും അറിയാം, JP ആണ്, രാഘവയ്യ സാറാണ്. അദ്ദേഹത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഇത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാൻ വിളിക്കുന്നു. അതുപോലെ ഈ പഠനം ഒരിക്കലും നമുക്കറിയാം, ഇത്തരം പഠനങ്ങൾ ഒരിക്കലും നമുക്ക് സമാധാനമല്ല തരുന്നത്. എപ്പോഴും ടെൻഷനായിട്ടല്ലാതെ ഇതിനെപ്പറ്റി ആലോചിക്കാനോ പറയാനോ എഴുതാനോ പറ്റില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മുഖ്യാതിഥി M. രാഘവനെ ഈ സദസ്സിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഡിസ്കഷൻസായി വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വരാൻ തയ്യാറായിട്ടുള്ളത് MGS നാരായണൻ, M. ഗംഗാധരൻ, K. ഗോപാലൻകുട്ടി, PV സ്മിത എന്നിവരാണ്. അവരെയും അനൗപചാരികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JPക്ക് മൈക്ക് കൈമാറുന്നു. ബഹുമാനപ്പെട്ട രാഘവൻ സാർ, ഈ സദസ്സിലും ഈ ചർച്ചയിലും പങ്കെടുക്കുവാൻ വരുന്ന വിശിഷ്ട വ്യക്തികൾ, എനിക്ക് തോന്നുന്നത് ഏകദേശം 4-5 കൊല്ലം മുമ്പാണ് എന്നോട് രാഘവൻ സാർ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ മലബാറിലുള്ള ക്ഷാമങ്ങളെക്കുറിച്ച് ഒരു പഠനം ആരംഭിക്കുകയാണ്. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെ രാഘവൻ സാറ് ഈ നടത്തിയ പഠനങ്ങളിലുള്ള ചില കാര്യങ്ങൾ പങ്കിടും, ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മാഷ് പ്രവർത്തിച്ചുകൊണ്ട് ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പിന്നീട് കോഴിക്കോട് ആർക്കൈവ്സിൽ കുറച്ചു കാലം തുടർച്ചയായിട്ട് മാഷെ കാണാറുണ്ട്. വല്ല ആവശ്യത്തിന് സിവിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ മാഷെ അവിടെ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലായി മാസ്റ്റർ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മാസ്റ്ററും പല പ്രയാസങ്ങളിലൂടെ പോവുകയായിരുന്നു. പിന്നെ വീട് മാറി, വീണ്ടും തിരിച്ചു വന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ കാര്യം മാസ്റ്റർ കടയിൽ കൊണ്ടു നടന്ന് ഇത് പഠിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത കാലത്താണ്, ഏകദേശം ഒരു 2-3 മുമ്പാണ് എനിക്ക് മാനുസ്ക്രിപ്റ്റ് ഓറിയൻ്റൽ ഓർണമെൻറ്റ്സ് പ്രസിദ്ധീകരണത്തിന് സ്വീകരിച്ചെന്ന് എന്നെ അറിയിക്കുന്നതും അതുകൂടാതെ മാനുസ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. വായിക്കാൻ കഴിഞ്ഞത് ഇന്നും ഒരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു. അത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നതിനെ കൊണ്ട് ഈ മാനുസ്ക്രിപ്റ്റിനെ പറ്റി ഇപ്പം ഞാൻ അധികം സംസാരിക്കുന്നു. ഇനി ചർച്ച ഇതെല്ലാം ഈ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് ജയപ്രകാശ് രാഘവയ്യ. ഞാൻ മാസ്റ്ററും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്നതാണ്.
ഞങ്ങൾ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. ഞാൻ അതിനുശേഷം IIMൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസിലായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യൻ കോളേജിലുണ്ടായിരുന്നു. ഇന്ന് ആ ജോലി കഴിഞ്ഞ് ഇന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് ജോലികളൊന്നും ചെയ്യുന്നില്ല. ഇനി ബാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയാൽ സന്തോഷമായിരുന്നു. ശിഷ്യനാണ്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഹൃത്താണ്. ഞാനൊക്കെ അടുത്തത് ഇന്നിപ്പോൾ നമ്മൾക്ക് 4 ഡിസ്കഷൻസ് ഉണ്ട്. അതിൽ MGSR ഇപ്പം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഡോക്ടർ ഗംഗാധരൻ ഇന്ന് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ K ഗോപാലൻകുട്ടിയും ഡോക്ടർ PV സ്മിത്തിയും അവർ രണ്ടുപേരും ഇവിടെയുണ്ട്. ഡിസ്കഷൻസ് ദയവായിട്ട് മുൻപിലേക്ക് വരാൻ അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു. ഇന്നിപ്പോൾ ഈ യോഗം നടത്താൻ പോകുന്ന രീതി, ആദ്യം രാഘവൻ സാറ് അദ്ദേഹം ചെയ്ത ഈ റിസർച്ചിനെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഫാമിൻസ് ഇൻ ബ്രിട്ടീഷ് മലബാർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ഗവേഷണത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അതിനുശേഷം ഡിസ്കഷൻസ് ഓരോരുത്തരും അതിനെക്കുറിച്ച് അവരുടെ കമൻസ് പറയുകയും ഡിസ്കഷൻസിൻ്റെ കമൻസിന് ശേഷം മോഡറേറ്റർ ഈ ഡിസ്കഷൻ ഒരു സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും.
ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ചോദ്യോത്തര വേളയായിട്ട് വെക്കുന്നത്. ആ സമയം ഇതിനെക്കുറിച്ച് നടന്ന മാസ്റ്ററുടെ പ്രസൻറ്റേഷനും ഡിസ്കഷൻസിൻ്റെയും മോഡറേറ്ററുടെയും കമൻസും എല്ലാം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടിയിട്ട് ആദ്യം ഞാൻ രാഘവൻ സർ, ഡോക്ടർ എം രാഘവനെ ക്ഷണിച്ചു വെക്കുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ സെമിനാർ നടത്താൻ മുന്നോട്ട് വന്ന കോഴിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ പ്രഗത്ഭരായ കുറേ ആൾക്കാരെ അതിനുവേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ച ഇതിൻ്റെ നടത്തിപ്പുകാർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെമിനാറിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞു. ഫാമിൻസ് ഇൻ ബ്രിട്ടീഷ് മലബാർ. ഇത് എഴുതി തീർന്ന വളരെ വലുതല്ലെങ്കിലും ഒട്ടും ചെറുതുമല്ലാത്ത ഒരു മോണോഗ്രാഫാണ്. ഇതിൻ്റെ പേരും അത്ര ചെറുതല്ല. മെയിൻ ടൈറ്റിൽ സ്റ്റേറ്റ് ഫെയിലിയർ ആൻഡ് ഹ്യൂമൻ മിസറീസ് എന്നാണ്. സബ് ടൈറ്റിൽ എ സ്റ്റഡി വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഫാമിൻസ് ഇൻ ബ്രിട്ടീഷ് മലബാർ 1727-1943 എന്നാണ്. 1727 മുതൽ 1943 വരെയുള്ള 2 നൂറ്റാണ്ടിൽ പരം ഉള്ള കാലഘട്ടത്തിൽ മലബാറിൽ ഉണ്ടായ ഫാമിൻ ദുരന്തങ്ങളെക്കുറിച്ച് ചിലത് തിരഞ്ഞെടുത്ത് അവയെ കുറെ കൂടി കോംപ്രിഹെൻസീവായിട്ടുള്ള പൊളിറ്റിക്കൽ ഇക്കോണമി, ഹിസ്റ്ററി ഫ്രെയിമിനകത്തുകൂടി നോക്കിക്കാണാനാണ് ശ്രമിച്ചുള്ളത് ഈ പഠനത്തിൽ. ഇങ്ങനെ ഇത് എന്തിനാ ചെയ്തത്? ഇതിൽ വളരെ നേരത്തെ ഇത് അറിയാവുന്ന ഈ ആർട്ടിസ്റ്റ് സാറിന് മജീദ് സാർ ഒരിക്കലും ഞാനതിൻ്റെ ഇത് കൊടുത്തു, ഒരു ചാപ്റ്റർ കൊടുത്തു. വായിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് മലബാറിനെ പറ്റിയാണ് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ചരിത്രമൊക്കെ എഴുതുമ്പോൾ ഒരേ ഇതിൽ വെച്ച് ചെയ്യുന്നതാണല്ലോ. അങ്ങനെയല്ലേ ഞാൻ ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ വേറെ 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം ശരിയാണെന്ന് തോന്നില്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു വിചാരം മാത്രമായിരിക്കും. രണ്ടാമത്തെ കാരണം എന്തായാലും ശരിയാണ്. മലബാർ ഇന്ന് ഇന്ത്യയുടെ ഇവിടെ മാപ്പിലില്ലാത്ത ഒരു ചെറിയ സ്ഥലം. പക്ഷേ ഇവിടെ ഈ കവി അനിത നായരുടെ കവിത ഉണ്ടല്ലോ, മലബാർ ആണ്, മലബാർ മൈൻഡ് എന്ന് പറഞ്ഞത്. അതിൽ അവർ പറഞ്ഞത് എന്നാലും മലബാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥയായിട്ടാണ്. എന്തിനും മലബാർ വരും. മലബാർ മഹോത്സവം, മലബാർ ടൂറിസം, മലബാർ ഹോട്ടൽ, പിന്നെ ഞാൻ പഠിച്ച മലബാർ ക്രിസ്ത്യൻ കോളേജ് ഒക്കെ മലബാർ ഇങ്ങനത്തെ. അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് വേറൊരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ കേരളത്തിൽ മടങ്ങി വന്നപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവരോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. ആൾക്കാർ കൂട്ടത്തോടെ മരിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ അത് പണ്ട് തലപ്പത്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എന്നോട് ചോദിച്ചാലും എനിക്കതാ ആക്കാൻ കഴിയുന്നു. കേരളത്തിൽ മടങ്ങി വന്നതിന് ശേഷം ഞാൻ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ ചില സ്ഥാപനങ്ങളിൽ, പിന്നെ തൃശ്ശൂർ, തിരുവനന്തപുരത്തൊക്കെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാതെ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യം വരും. ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യം വരുമ്പോൾ ആൾക്കാരുടെ മുഖമൊക്കെ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനെന്തിനാണ് പറഞ്ഞത് എന്നായിരിക്കും അതിൽ റീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഫാമിലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതുന്ന പ്രബന്ധം എഴുതുമ്പോൾ വലിയ കാര്യമൊന്നും തോന്നിയില്ല. അതാണൊന്ന്. രണ്ടാമത്
1981 പ്രൊഫസർ അമർത്യ സെന്റെ പോവർട്ടി ആൻഡ് ഫാമിൻസ് എന്ന ചെറിയ കൃതി വന്നു. വളരെ താമസിയാതെ അതിന് ഒരു നോബൽ സമ്മാനം കിട്ടി. അതിനുശേഷം എണ്ണിയാൽ ഒടുങ്ങാത്ത പഠനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഫാമിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ചൈന, റഷ്യ, ഈസ്റ്റ് യൂറോപ്യൻ കൺട്രികൾ, പിന്നെ വളരെയധികം സാമ്പത്തികമായി മുൻപത്തിന് നിൽക്കുന്ന വെസ്റ്റേൺ യൂറോപ്പിലെ ചില സ്ഥലങ്ങളൊക്കെ ഈ പഠനത്തിന് വിഷയമായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഫാമിൻ എന്നത് ഒരു പീക്ക് സ്റ്റേജിലായി കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എല്ലാ സ്ഥലത്തും ഒരുപോലെ, ഏഷ്യയിലായാലും യൂറോപ്പിലായാലും മറ്റു സ്ഥലം ഒരുപോലെയാണ്. അപ്പോൾ മലബാർ എന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് ഇന്ന കൊല്ലം ഒരു ഫാമിൻ ദുരന്തമുണ്ടായിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്, ഈ മറ്റൊരു കൊല്ലത്തിൽ ഇത്രയെന്ന് പറയുന്നതിൽ കാര്യമായ അർത്ഥമൊന്നുമില്ല. ഒരു സെംബ്ലൻസ് ഓഫ് ഒറിജിനാലിറ്റി എന്ന് പറയുന്ന സാധനം വരില്ല അത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് അതാണ്. പിന്നെ ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഇത് എഴുതുന്ന കാലം ഒക്കെ അറിയുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പബ്ലിക് സ്റ്റേജിലാണ് സംസാരിക്കാൻ മലയാളത്തിൽ പറയണം, നല്ലെന്ന് പറഞ്ഞു സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അത് നമ്മുടെ പ്രൊഫസർ രാജു സാറിനോട് പറഞ്ഞു, രാജു സാറിന് സ്പീഡ് കൂട്ടി പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിയില്ല, ഐ എം സോറി, ഞാനത് ആരോടും പറയുന്നില്ല, നാണക്കാടെന്ന് എനിക്കറിയാം. മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കടമ്പ ഫാമിൻ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാളം ഈക്വലൻ്റ് എന്താണെന്നാണ്. ഇന്നത്തെ പത്രങ്ങളിൽ മാതൃഭൂമിയിൽ കണ്ടു, എന്താണ് ക്ഷാമം എന്ന പദം കണ്ടു. ക്ഷാമമാണെന്ന് അറിയില്ല. പിന്നെ അതല്ലെങ്കിൽ പിന്നെ കുറച്ചു മുമ്പ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് ബീഹാറിലും ബയാഫ്രൈമിലും ഒക്കെ വളരെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു, ഫാമിൻ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നിത്യേന ഇവിടെ ദിനപത്രങ്ങളിൽ വാർത്തയും വരാറുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് സുഗതകുമാരിയുടെ ഒരു കവിത വരികയുണ്ടായി. പലർക്കും ഓർമ്മയുണ്ടാവും, മലയാളം വായിക്കുന്നവരാണല്ലോ, ഓർമ്മയുണ്ടാവുമായിരിക്കും. ആ കവിത ഈ സാഹിത്യ വേദികളിലൊക്കെ പലരും അതിനെപ്പറ്റി പറയാറുണ്ടായി. അതിനെ പറ്റിയുള്ള ഇതായിരുന്നില്ല, എന്നാലും പറയാറുണ്ടായിരുന്നു. അപ്പം അന്ന് ചിലരൊക്കെ പറഞ്ഞ ചില സീനിയർ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്നത് പട്ടിണി മരണങ്ങൾ എന്നാണ്. ഈ പട്ടിണി മരണം എന്ന് പറഞ്ഞാലും ക്ഷാമം എന്ന് പറയുന്നതും ഫാമിൻ എന്ന് നമുക്ക് ഇന്നറിയുന്ന പദത്തിൻ്റെ മുഴുവൻ അർത്ഥവും അതിലേക്ക് പോകുന്നില്ല. ഫാമിൻ എന്ന് പറയുന്നത് പല സ്ഥലത്തും ഭക്ഷണക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ, എന്ത് കാരണത്താലും ഭക്ഷണക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴെന്ത് ചോദിച്ചാൽ ആ ഭക്ഷണം വേണ്ടത്ര കിട്ടാത്ത ആൾക്കാരുടെ ബോഡിക്കുള്ള റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടാവുന്ന ഈ വായുവിലും വെള്ളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഡിസീസ് വെക്ടേഴ്സ് എന്ന് പറയും ഡോക്ടർമാർ, ഈ കണ്ടേജിയസ് ഡിസീസ് അതിൽ ഏതെങ്കിലുമൊക്കെ കയറി പിടിക്കും. കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ധാരണ, അത് ഡോക്ടർമാർ പറഞ്ഞിട്ടാണോ ഇവിടെ കൺവെൻഷൻ ആണെന്ന് അറിയില്ല, ഇപ്പോൾ സാധാരണ കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കരുത്, ലിക്വിഡ് ഫുഡേ കഴിക്കാമെന്ന് പറയും. ലിക്വിഡ് ഫുഡ് കഴിക്കുമ്പോഴൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ കുറെ കൂടി ബോഡി വീക്കാവും. ബോഡി വീക്കാകുമ്പോൾ അതിനേക്കാൾ വലിയ രോഗങ്ങളൊക്കെ കടന്നു പിടിക്കുകയും ചെയ്യും. അപ്പോഴും കഴിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിയാതെ വരും. ഭക്ഷണം കഴിയാതെ വരുമ്പോൾ പിന്നെ അതിനേക്കാൾ വലിയ രോഗങ്ങൾ വരും. ഒരു പക്ഷേ ഇങ്ങനെയാണ് ചോദിക്കുക, അതായത് ഈ ഭക്ഷ്യ സാധനങ്ങളുടെ വില കൂടിയിട്ട്, നമ്മൾ മലബാറിലാണെങ്കിൽ അരിയുടെ വില കൂടിയിട്ടാണെങ്കിൽ താരതമ്യേന നല്ല ഈ കഴിവുള്ള ആൾക്കാർക്ക് വാങ്ങാൻ കഴിയുന്നവർക്ക് അത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒട്ടും ഒഴിവാക്കുകയും ചെയ്തു. പാവങ്ങൾ സാധാരണ കഴിക്കുന്ന ഈ മുത്താരി, പിന്നെ സ്മോൾ മില്ലറ്റ്സ്, എന്താണ് ചോളം, കമ്പ്, അതുപോലത്തെ സാധനങ്ങളും ഈ ടാപ്പിയോക്ക, മരച്ചീനി സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നു. അപ്പോൾ അവർ വാങ്ങി അത് കഴിക്കുന്ന അവസരം അതിൻ്റെ വില കൂടുമ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോഴവരെന്താ ചെയ്യുന്നത്, ഈ മാംഗോ കേട്, മലയാളത്തിൽ എന്താ പറയുന്നതല്ല, പിന്നെ ഈ വെളിച്ചെമ്പ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങുന്നത്. അതിൽ പലതിനും ചെറിയ ഈ ടോക്സിക് ഇഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് അത് രോഗം പിടിക്കുക. ആ രോഗം പിടിച്ചിട്ട് പോകുമ്പോൾ ഇത് വളരെ കൂടുതലാകുന്ന അവസരത്തിൽ ഭക്ഷണം ഒട്ടും കഴിക്കാൻ കഴിയില്ല.
പിന്നെ ഈ എപ്പിഡമിക്സ് എന്ന് പറയുന്ന കണ്ടേജിയസ് ഡിസീസസ് ഒരു ഭാഗത്ത് മുഴുവൻ കൂടിച്ചേരും അല്ലെ പോവും. അതിന് പാൻഡമിക്സ് എന്നാണ് പറയുക. ഒരു പാൻഡമിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ഭക്ഷണം കഴിക്കാതിരിക്കുക, രോഗമുണ്ടാവുക, ഇത് രണ്ടിൻ്റെയും അവസ്ഥയിൽ ഉള്ള ഈ അവസ്ഥയ്ക്കാണ് ഫാമിൻ എന്ന് പറയാറ്. വെറും ക്ഷാമമല്ല, വെറും ഈ എന്താ പറയുക, ഈ പറഞ്ഞ സാധനമല്ലോ, ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ, എന്താ ഈ മരണം, പട്ടിണി മരണം മാത്രമല്ല, പിന്നെ ഒരു മരണമില്ല, അത് രോഗം കൂടുതൽ സമ്മതിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. മലബാറിലാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഭക്ഷണം കുറഞ്ഞിട്ട് രോഗമുണ്ടാകുന്നതിന് പകരം മലബാർ ഈ കടൽ തീരത്തിൻ്റെ അടുത്താണിത്. പിന്നെ ഒരുപാട് മഴയുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല ഒരുപാട് വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഓരോ കാലാവസ്ഥ മാറുന്ന അവസരത്തിലും ഒരുപാട് രോഗങ്ങളുണ്ട്, പകർച്ചവ്യാധികളുണ്ടാകും. കോൾഡ്, ഫീവർ, ഇതൊക്കെയാണ് വരിക. അപ്പോൾ അത് വരുന്ന അവസരത്തിൽ നേരത്തെ പറയും പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും, ജോലി ചെയ്യുന്നവരാണ് ജോലിക്ക് പോകാതിരിക്കും, അപ്പോഴാണെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയാതിരിക്കും. ഇനി അങ്ങോട്ട് ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കുറയും. അപ്പോൾ രോഗത്തിൽ നിന്ന് ഭക്ഷണമില്ലായ്മയിലേക്കും അല്ലെങ്കിൽ ഭക്ഷണമില്ലായ്മയിൽ നിന്ന് രോഗത്തിലേക്കും വരുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മുടെ വലിയ ഫാമിലിക്ക് വരുന്ന അവസരത്തിൽ കഞ്ഞിയൊക്കെ വെക്കുന്ന ഇതല്ല, ഫ്രീ കിച്ചൺ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫാമിൻ മാറില്ല. ഈ ഭക്ഷണം കൊടുക്കുന്നതോട് കൂടി തന്നെ മരുന്നും കൊടുക്കേണ്ടി വരും. അതാണ് രണ്ടുമില്ലെങ്കിൽ ക്ഷാമം പോകില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഈ നിങ്ങൾ ക്ഷാമം എന്ന് പറയുന്ന ഫാമിൻ മാറില്ല എന്നർത്ഥം. അതാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും ഇറാഖിൽ ചെയ്യുന്നവരുടെ ആളാണ് ഈ രോഗത്തിനെ പറ്റി ഒരുപാട് എഴുതി. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള രോഗത്തിനെ പറ്റി എഴുതിയുള്ള എപ്പിഡമിക്സ് പറ്റിയത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ രോഗം കൊണ്ട് വരിച്ച ചരിത്ര, ഫാമിൻ കൊണ്ട് വരിച്ച ചരിത്ര എന്ന് പറഞ്ഞിട്ട് ഓൾഡ് ഏജ് കൊണ്ട് നേച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബുക്കിലും എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇത് എല്ലാം കൂടി ഒന്നിച്ചേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഫാമിന് എത്ര മരണമുണ്ടായി എന്ന് പറയാനും പറ്റില്ലാത്തൊരവസ്ഥയുണ്ടായി. അതാണ് ഈ ഫാമിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. അതാണ് പട്ടിണി മരണം എന്നല്ല പറയാ, ഫാമിൻ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ ക്ഷാമം ഐ വിൽ നോട്ട് ആക്സെപ്റ്റ്, പട്ടിണി മരണം ഐ വിൽ നോട്ട് ആക്സെപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വേറെ മലയാളത്തിലെ പല മതങ്ങളുണ്ട്. എത്തിരി വൈകി പോവാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഈയിടൊക്കെ വരുന്നതല്ലേ. അതിനെന്താ മലയാളത്തിൽ പറയാറ്, പത്രങ്ങളൊക്കെ പറയാം, പണപ്പെരുപ്പ് അല്ലല്ലോ ഇൻഫ്ലേഷൻ. ഈസ് ടോട്ടലി റോങ്. പക്ഷേ ഈ പറയുന്ന പട്ടിണി മരണം, ക്ഷാമം എന്നൊക്കെ പറയുന്നത് ടോട്ടലി റോങ് അല്ല. പകുതി ശരിയാണ്, പകുതി മുഴുവനില്ല എന്ന് പറയും. അതാണ്. അപ്പോൾ അതിനില്ലാത്തൊരു പേരില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് ഫാമിൻ ദുരന്തം നോക്കി പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുക. എനിക്ക് മലയാളത്തിൽ അത്ര അറിയാവുന്നത്. പിന്നെ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാൻ വളരെ ആക്സിഡൻ്റലായിട്ട് ആകസ്മികമായിട്ടാണ് ഈ ടോപ്പിക്കിൻ്റെ മുന്നിൽ കടന്നു ചേർന്നത്. ഞാൻ ചരിത്രകാരനാണ്, പഠിച്ചില്ല എന്ന് പറയുന്നത് എന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഹിസ്റ്ററി പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ആത്മാക്കളോട് ചെയ്യുന്നത് തെറ്റായി. പക്ഷെ എന്തിനു പഠിച്ചു എന്ന് എനിക്കറിയില്ല. അതാണ്, പഠിച്ചതിന് ശേഷം മറന്നു പോയില്ല. ആകെ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. സെൻസിൽ ഓഗസ്റ്റ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. വേറെ ഒരു കാലവും എനിക്കറിയില്ലായിരുന്നു ഇത് എഴുതുന്നവരെ. അപ്പോൾ ഈ വളരെ ആക്സിഡൻ്റ് ആയിട്ട് വന്നത് ഇവിടുന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊരിക്കലും JP വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാമ്പത്തിക വിഷമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പണത്തിന് ദാരിദ്ര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാ അവിടെ പോയി പഠിപ്പിക്കുന്നത്? ഇരുന്നെന്തെങ്കിലും എഴുതിക്കൂടി ജീവിക്കുന്നത്. അതെനിക്ക് നേരത്തെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ കുടുംബജീവിതത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ധൈര്യം എടുത്തിട്ട് എൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കുട്ടികളോട് ഞാൻ വരില്ലിട്ടുണ്ട്. ദില്ലിക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ചിക്കൻ ഗുനിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. വെസ്റ്റ് ദില്ലിയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന അവസരത്തിൽ ഒരു UP കാരൻ ഒരു ബുക്ക് കൊണ്ട് തന്നു. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഈ പടലോ ടി കോജാക ജൽദി എന്ന് പറയുന്നത് വേഗത്തിൽ ശരിയാകുന്നത്. കാരണം എനിക്ക് ഞങ്ങൾക്ക് വായിക്കാൻ അവിടെ ഹിന്ദി പുസ്തകങ്ങളുണ്ട്, ഞാൻ വായിക്കാറില്ല, ഹിന്ദി പറയുന്നത്. പക്ഷേ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-20 പേജ് മാത്രം വായിക്കുന്ന അവസരത്തിൽ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഫാമിൻ കെയിം ഘാസ്ലി സ്റ്റേഗറിംഗ് ഹൊറിബിൾ ബിയോണ്ട് വേർഡ്സ്. നെഹ്റുവിൻ്റെതാണ് സ്റ്റേറ്റ്മെന്റാണ്. ഇൻ മലബാർ, in Bijapur, in Odisha, and above all, in the rich and fertile province of Bengal, men and women and little children die in their thousands daily
ഫോർ ലാക്ക് ഓഫ് ഫുഡ് എന്നാണ്. ഞാൻ വായിച്ചതിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ഭാഷ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡൈ ഇൻ ദെയർ തൗസൻഡ്സ് എന്നാണ്. അത് മാത്രമല്ല, അത് പറഞ്ഞ് മലബാറിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അതുകൊണ്ടല്ല ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആദ്യമായി പബ്ലിഷ് ചെയ്ത് 1946 ഒരു അറിയപ്പെടാത്തൊരു പബ്ലിഷർ ബംഗാളിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനർത്ഥം നെഹ്റു ഇത് എഴുതാൻ തുടങ്ങുന്നത് 1943 അപ്പോൾ 1943 നമ്മൾ അറിയുന്നത് ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത് ആ ഫാമിനായിരിക്കും. ആ ഫാമിൻ ഈ മലബാറിലും ഒഡീഷയിലും ഇത് ബീജാപൂരിലൊക്കെ നടന്നാണ് ഇങ്ങൊരു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബംഗാളിലുണ്ടായ 43 ഫാമിനെ പറ്റി വളരെ വലിയ മഹാരഥന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. മഹാലനോബിസ് എഴുതിയിട്ടുണ്ട്, സേൻ എഴുതിയിട്ട് അതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ ഈ ഫാമിനെ പറ്റി എഴുതിയുണ്ട്, ബംഗാൾ ഫാമിനെ പറ്റി എഴുതിയത് കൊണ്ടാണ് അവർ ചരിത്രകാരന്മാരായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഇവിടെ നമ്മുടെ ഒഡീഷയിലെ ഫാമിനാണ് ഒരു എന്താണ് അവരുടെ പേര്, കുമാർ അതല്ല മേഡം കുമാർ എന്താ അവരുടെ പേര്, ഒരു ബ്രഹ്മകുമാർ എന്നൊരു ഒരാളുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചെന്ന് തോന്നുന്നു. ഒരു ലേഡിയാണ്. അവർ അവിടെ പ്രൊഫസറായിരുന്ന അവസരത്തിൽ ഒഡീഷയിൽ നിന്ന് വന്ന ഒരു PhD സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഒഡീഷയിലെ ഫാമിലിനെ പറ്റി എഴുതിച്ചു. അത് വളരെ നല്ലൊരു ഫാമിലി പഠനമാണെന്നാണ് PhD തീസിസ് ആണെങ്കിലും പബ്ലിഷ് ചെയ്യാതിരുന്നെങ്കിലും ആണെന്നാണ് പലരും അവിടെ പോയി ഡൽഹി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി നോക്കിയിട്ട് ഫോറിനേഴ്സാണ് നോക്കുന്നത്, നമുക്ക് പിന്നെ താല്പര്യമില്ലല്ലോ. അപ്പോൾ ഫോറിനേഴ്സ് നോക്കിയിട്ട് പറഞ്ഞ് നല്ലതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, എഴുതി കണ്ടിട്ടുണ്ട്. 2013 അവസാനമായപ്പോൾ അത് പബ്ലിഷ് ചെയ്തൊരു റിപ്പോർട്ട് കണ്ടിട്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല സാധനം. പിന്നെ മലബാറിനെ പറ്റിയാണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള മലയാളികൾ ഞങ്ങളുടെ ഒരു ധാരണയുണ്ട്, മലബാറിൽ എല്ലാവരും ഹിസ്റ്റോറിയൻസാണ്. ഇവിടെ മലയാളം പഠിച്ചും ഹിസ്റ്റോറിയൻസാണ്. എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാരും എക്കണോമിക്സ് റിട്ടയർ ചെയ്തതിന് ശേഷം ചെടി നടാൻ പോകുന്നില്ലെങ്കിൽ, യോഗാസനം പഠിപ്പിക്കാൻ പോകുന്നില്ലെങ്കിൽ, വക്കീലമാരായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവർ ഹിസ്റ്റോറിയൻസ് എല്ലാവരും. അപ്പോൾ എൻ്റെ ധാരണ മലബാറിലെ ഫാമിലിയെ പറ്റി ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ടാകും. കേരളത്തിൽ തിരിച്ചു വന്നിട്ട് ഞാൻ പല ആൾക്കാരും ചോദിച്ചു, ആരും ഇതിനൊക്കെ കണ്ടിട്ടുണ്ടോ, ആരും എഴുതിയിട്ടുണ്ടോ? ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് അറിയില്ല എന്നാണ്, വായിച്ചാൽ ഓർമ്മയില്ല. വെറുതെ ആൾക്കാരില്ല, ഇവിടെ പല ആൾക്കാരും വെറുതെ ഈ സ്കോളേഴ്സായിട്ട് കളിക്കുന്നത്, അങ്ങനത്തെ അല്ല, വായിച്ചുമുണ്ടായിരുന്നു വായിക്കുന്ന ആൾക്കാരാണ്, ഇവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ NGS വിളിച്ചു. NGS വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ NGS പറഞ്ഞ അദ്ദേഹം കോഴിക്കോടിനെ പറ്റി പഠിക്കാണ്ട് കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത കാലഘട്ടത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല പറഞ്ഞു. പക്ഷെ രാഘവൻ ഒരു കാര്യം ചെയ്തോളൂ, AKGയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചു നോക്കുമ്പോൾ അതിലൊരു പട്ടിണി ജാതിയെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ കുറച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനതിൽ ഒരുപാട് ചോദിച്ചപ്പോൾ എന്നോട് ഇവിടെ വരും, എൻ്റെ അടുത്ത് വരും പറയും. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ കാലത്ത് അവിടെ നമുക്ക് ഒരുപാട് തിരക്കുള്ള ഒരാളാണ്, രാഷ്ട്രീയക്കാരെക്കാളും തിരക്കാണ്. അപ്പോൾ എല്ലാം പോയിട്ടൊരു 10:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വില്യം ലോഗന്റെ മലബാർ ലേഖനം എടുത്ത് നോക്കൂ, അതിലുണ്ട് എന്ന് പറഞ്ഞു. ഫാമിലി പറ്റി പറഞ്ഞു, ബ്രിട്ടീഷ് പീരിയഡിലെ രാഘവൻ ചോദിക്കുന്നത് അതിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്നസ് ആൻഡ് ഇവാൻസ് അവർ രണ്ടുപേരും കൂടി മദ്രാസ് പ്രസിഡൻസിയിലെ ഡിസ്ട്രിക്ട് വൈസ് ഗസറ്റിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മലബാറിൻ്റെ മാത്രം ഓടി എടുത്ത് നോക്കി അത് കാണുമെന്ന് പറഞ്ഞു. പിന്നെ ശ്രീധര മേനോന്റെ കേരള ഗസറ്റിയർ ഉണ്ട്, അതിൽ കോഴിക്കോടിന് ഓടി എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ കോഴിക്കോട് ഒരു റീജിയണൽ ആർക്കൈവ്സ് ഉണ്ട്, അത് ഒരു സ്പെഷ്യലൈസ്ഡ് ആർക്കൈവ്സ് ആണ്. മലബാറിലെ ഹിസ്റ്റോറിക്കൽ മാത്രം എടുത്തിട്ട് വെക്കാനുള്ള ഒരു സാധനം സ്പെഷ്യലൈസ്ഡ് ആണ് സാധനം. അതിനെപ്പോഴും ആർക്കൈവ്സ് വളരെ നല്ലതാണ്, ആര് ചെന്നാലും സഹായിക്കും എന്നൊക്കെ പറയണ്ടേ. പക്ഷെ എന്നോട് പറഞ്ഞത് പക്ഷേ രാഘവനാട് ചെന്നാൽ കിട്ടില്ല. എന്തുകൊണ്ട് വെച്ചാൽ യു ടു അപ്ലൈ ഫോർ ദിസ്. അത് അങ്ങോട്ട് കൊണ്ടല്ല, സ്റ്റേറ്റ് ആർക്കൈവ്സിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഫോമിൽ അതും അവിടെ പോയി വാങ്ങിക്കൊണ്ടത്. ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ അതും ഈ ഒരു അപ്ലിക്കേഷൻ ഫോം തന്നു. NGS സംബന്ധിച്ചാൽ NGS തന്നെ സ്വന്തം അവിടെ ചെയ്ത് എന്നെ പറ്റി ഒരു essay ഒക്കെ എഴുതിയിട്ട് അതിനകത്ത് ഇയാളെ പരിചയപ്പെടുത്തുന്നൊക്കെ എഴുതിയിട്ട് ഒരു ഒപ്പൊക്കെ ഇട്ടിട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളൂ, രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി എടുത്തിട്ട് തരികയും അത് ഒപ്പിടാൻ മറന്നുപോയി. അതുകൊണ്ട് പക്ഷെ അതും അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നു. എന്നിട്ട് പറഞ്ഞു ഒരു ചെറിയ സംഖ്യ ഉണ്ട്, അതൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് അയച്ചോളൂ, പക്ഷെ അവിടുന്ന് റിപ്ലൈ കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇതൊരു ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ പറഞ്ഞു, കാരണം ഒരു റെക്കോർഡ് വേണ്ടത്, ഇവിടെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് പോയില്ല. അത് ഞാൻ അവിടെ പോയിട്ട് ആർക്കൈവ്സിൽ എന്താ നോക്കുക,
എനിക്കൊന്നും അറിയില്ല. ഇതിലുള്ള സാധനങ്ങൾ മുഴുവൻ നോക്കാൻ പറ്റില്ല, അത് പറ്റില്ല. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ പോയിട്ട് NGS പറഞ്ഞതും അല്ലാതെ പോയ കുറേ പുസ്തകങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് ഒരു മെത്തഡോളജി തീരുമാനിച്ചു. എന്താ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഈ ക്രോണോളജി, ഇന്ത്യയിലെ ഫാമിൻ്റെ ക്രോണോളജി എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കും, ഏതെല്ലാം കാലത്ത് ഫാമിൻ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ R.C. ഡെറ്റിൻ്റെ ഒരു ബുക്കുണ്ട്, അതും കണ്ടിട്ടുണ്ടായിരുന്നു, ലെറ്റേഴ്സ് ടു ലോർഡ് കഴ്സൺ എന്ന് പറഞ്ഞൊരു ബുക്ക്. അതിലെ ഈ കത്തുകൾ മുഴുവൻ അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ, അതായത് അങ്ങനൊരു ICS ഓഫീസറായിരുന്നു, ഒരു പേടിയില്ലാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയം കൊണ്ട്, പ്രത്യേകിച്ചും ഈ ലാൻഡ് റവന്യൂ പോളിസികളുടെ തെറ്റുകൊണ്ടാണ് ഫാമിൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ചെയ്തില്ല. സാരില്ല.